ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പോയിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ മധുസൂദനും മഹിമയും കൂടി രവിയെ കാണാനായിട്ട് വീട്ടിലേക്ക്, രവിയല്ല വർഷയെ കാണാനായിട്ട്, വർഷയും കുടുംബത്തെയും കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വർഷയെ കാണുമ്പോൾ മഹിമ വളരെ മോശമായ രീതിയിൽ തന്നെ ശ്രീകാന്തിൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എൻ്റെ മോൾ ആകെ ക്ഷീണിച്ചു പോയി, ഇവർക്ക് ഭക്ഷണമൊന്നും ഇവിടെ കൊടുക്കുന്നില്ല എന്ന രീതിക്ക് സംസാരിക്കുന്ന നേരത്ത് മധുസൂദനൻ തക്ക മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീകാന്തിന് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൻ്റെ പണവുമായിട്ടാണ് മധുസൂദനൻ മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു പണം ഇരുവരോടും മേടിക്കാൻ പറയുന്ന സമയത്ത് ശ്രീകാന്ത് മേടിക്കാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാലും വർഷ പറയാണ്, ആ ഒരു പണം എനിക്ക് വേണം വെച്ചാൽ ഞാനിത് മേടിച്ചോളാം എന്ന് പറയുന്ന നേരത്ത് ശ്രീകാന്ത് തടയുന്നുണ്ടെങ്കിലും വർഷ ആ ഒരു പണം മേടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത്രയും നേരം ചിന്തിച്ചിരുന്ന രേവതി മാറി തന്നെ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം വേറെ എന്തോ ലക്ഷ്യത്തോടുകൂടി തന്നെ വന്നതാണ്, ഇദ്ദേഹത്തിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ പോകാമെന്ന് മഹിമ പറയുന്ന നേരത്ത് നമുക്ക് 2 ദിവസം വർഷമോളുടെ കൂടെ താമസിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും മഹിമയടക്കം എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്നിരുന്നാലും മഹിമ പറയുകയാണ്, വീട്ടിലേക്ക് ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് മധുവേട്ട, അതുകൊണ്ട് തന്നെ നമുക്ക് പോകാമെന്ന് മഹിമ പറയുന്നുണ്ട്. ആ ഒരു നിമിഷം തന്നെ വർഷയെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അച്ഛനും അമ്മയോട് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ സച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ പോയേക്കാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വർഷ പറയണം, അച്ഛൻ എന്നൊരു കാര്യം ചെയ്യാം, 2 ദിവസം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വന്ന് നിൽക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തും രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക കേട്ടോ. കാരണം ഇവരുടെ കൺവെട്ടത്തിൽ നിന്ന് ഇനി എങ്ങനെ വർഷ പോയി കഴിഞ്ഞാൽ വർഷ ഇനി അബോർഷൻ ചെയ്യാൻ ശ്രമിച്ചാലോ എന്നൊരു പേടിയോടുകൂടി തന്നെ ശ്രീകാന്ത് അത് വേണോ വർഷ എന്ന് ചോദിക്കുന്ന നേരത്തെ അതിനിപ്പോൾ എന്താ, അവളുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അവൾ 2 ദിവസം പോയിട്ട് വരട്ടെ എന്ന് രവിയും ചന്ദ്രയും ഒരേ രീതിയിൽ തന്നെ പറയുകയാണ്. അങ്ങനെ വർഷ അവിടെ നിന്ന് പോവാണ് കേട്ടോ. വർഷ പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ശ്രീകാന്ത് സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ രേവതി വന്ന് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള കാര്യത്തിൽ താൻ ഭയങ്കര ടെൻഷനാണെന്നുള്ള കാര്യമല്ല ശ്രീകാന്ത് പറയുമ്പോഴത്തേക്ക്, നിന്നെ പോലെ തന്നെ ഞാനും നല്ല ടെൻഷനിലാണ് ശ്രീകാന്ത്, നീ ഒരു കാര്യം ചെയ്യേ, നീ വർഷയുടെ കൂടെ 2 ദിവസം പോയി താമസിച്ചിട്ട് വാ എന്നൊക്കെ രേവതി പറയാം. ശ്രീകാന്തിനും അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട്. ചന്ദ്രയുടെ മുന്നിലേക്ക് ശ്രീകാന്ത് ചെല്ലുന്ന നേരത്തെ നീ ഇത് എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വർഷയുടെ വീട്ടിലേക്ക് പോവാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. അതെന്തായാലും നല്ല തീരുമാനം, നീ അവിടെ ചെന്നതിന് ശേഷം വർഷയുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ എങ്ങനെയും മേടിച്ചെടുത്ത് ഈ റെസ്റ്റോറൻറ്റിനുള്ള പണം മുഴുവൻ എങ്ങനെ കുപ്പിക്കാൻ നോക്കുക എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്ന നേരത്ത് ഞാൻ അതിന് അമ്മയും സുധിയേട്ടനും അല്ല എന്ന് ശ്രീകാന്ത് പറയുന്ന നേരത്ത് എന്നെ പോലെ സുധിയെ പോലെ അറിഞ്ഞത് ഈ പണ്ട് രക്ഷപ്പെട്ടേരും ചന്ദ്ര പറയുമ്പോഴത്തേക്ക് ഒരു കളിയാക്കലോട് കൂടി തന്നെ ശ്രീകാന്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ രേവതിയും ചിരിക്കുകയാണ്. നീ എന്തായാലും എന്നെ കളിയാക്കി ചിരിക്കുകയാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ അല്ലെങ്കിലും തമാശ പറഞ്ഞു കേട്ട് ഞാൻ ആരാ ചിരിക്കാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി വിമലാൻ്റെയും ആദിയെയും പുതിയ വാടക വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങരുത്, പുറത്തെ കടയിൽ പോകരുത്, അങ്ങനെ കുറേ ചിട്ടാവട്ടങ്ങളൊക്കെ കൂടി ശ്രുതി പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിമലാൻ്റി പറയുന്നുണ്ട്, ഇതിലും പേരെ ഞങ്ങളൊരു ജയിലിൽ പിടിച്ചിരുന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിമലാൻ്റി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ രവി പുറത്തു പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് രവിയുടെ സുഹൃത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു സ്കൂളിലേക്ക് തൽക്കാലത്ത് 2 മാസത്തേക്കായിട്ട് ഒരു ജോലി വന്നിട്ടുണ്ടെന്നും നിനക്ക് ഡ്രൈവറിൻ്റെ ജോലി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു വേക്കൻസിയിലാണ് വന്നിരിക്കുന്നത്, നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്ത് സച്ചിയോട് ചോദിക്കണം, എന്നിരുന്നാലും ഞാൻ വരാം, നീ എന്തായാലും മാനേജറെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രവിയുടെ കൂട്ടുകാരൻ മാനേജറെ വിളിക്കുന്ന മറ്റാരല്ല, നമ്മുടെ ശ്രുതിയുടെ കുട്ടിയെ ആദ്യയെ ചേർക്കാനിരിക്കുന്ന ആ സ്കൂളിലെ മാനേജറാണ്. അതായത് ആദ്യം പഠിക്കാൻ വന്നിരിക്കുന്ന പുതിയ സ്കൂളിലെ ഡ്രൈവറായിട്ടാണ് നമ്മുടെ രവിക്ക് ജോലി കിട്ടാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ രവി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാനേജറുടെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. രവി ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ശ്രീകാന്ത് വർഷയെ കണ്ടിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വർഷം കൊളുത്തി നിലയിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കും. ഈശ്വര എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ടാണ് അവളിന് മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി അവൾ മുകളിൽ നിർത്തി ചാടുമോ എന്നുള്ള ടെൻഷനോട് കൂടി തന്നെ ശ്രീകാന്ത് വർഷയെ എന്ന് വിളിക്കുന്ന നേരത്തെ നിനക്ക് എന്താ പേടിയുണ്ടോ, ഞാനിവിടെ നിന്ന് ചാടുമെന്ന് വിചാരിച്ച് ഞാനിവിടെ നിന്ന് ചാടിക്കഴിഞ്ഞ് കുഞ്ഞിന് മാത്രമല്ലേ എനിക്കും ദോഷമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വർഷ വേഗം തന്നെ ശ്രീകാന്തിനെ ചെവിയിൽ പിടിക്കട്ടെ, നീ വേണ്ടതിനെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുമ്മാ തമാശക്ക് ചെവിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിമയും മധുസൂദനും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനെ കാണുമ്പോൾ ഇരുവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഒരു ഭാഗത്തിലുള്ള എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.